നമസ്കാരം. ഇടത് സർക്കാരിന്റെ തുടർ ഭരണത്തിൽ മനം മടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് ഇടത് സർക്കാരിന്റെ ഇന്നത്തെ ഭരണം. എന്ത് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോ നേതാക്കൾക്കോ ആർക്കും അറിയില്ല. കൂടാതെ പിണറായിയുടെ ഏകാധിപത്യവും നേതാക്കളെയും അണികളെയും തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പിണറായി വിജയനെതിരെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ രംഗത്തെത്താറുണ്ട്. അത്തരത്തിൽ പിണറായി വിജയനെ സ്ഥിരം വിമർശിക്കുന്ന നേതാവാണ് സി ദിവാകരൻ. ഇപ്പോഴിതാ ആശാ വർക്കർമാരുടെ സമരത്തിൽ പിണറായി വിജയനെയും സർക്കാരിനെയും എടുത്തിട്ടലക്കുകയാണ് അദ്ദേഹം. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്നാണ് ദിവാകരന്റെ ആവശ്യം. സമരം ദേശീയ ശ്രദ്ധയിലെത്തി കഴിഞ്ഞുവെന്നും എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്നും മുഖ്യമന്ത്രി ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് ആശാ വർക്കർമാരുടെ സമരം തീരുമെന്നും സി ദിവാകരൻ പറയുന്നു. കൂടാതെ കേരളത്തിൽ PSC ആവശ്യമുണ്ടോ എന്ന് പഠനം നടത്തണം. പ്രധാനമന്ത്രിയേക്കാൾ ഉയർന്ന ശമ്പളമാണ് PSC അംഗങ്ങൾക്കുള്ളത്. ആശാ വർക്കർമാരുടെ സമരത്തെ എതിർക്കുന്ന ചിലർ PSC ശമ്പള വർധനയെ ന്യായീകരിക്കുകയാണെന്നും സി ദിവാകരൻ വിമർശിക്കുന്നു. വിവാദ വിഷയങ്ങളായ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയെക്കുറിച്ചും കിഫ്ബി റോഡ് ടോളിനെ കുറിച്ചും പരസ്യമായി പറഞ്ഞ് LDFനെ ദുർബലപ്പെടുത്തുന്നില്ല. CPIയുടെ അഭിപ്രായം മുന്നണിയിലും ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ടെന്നും സി ദിവാകരൻ പറയുന്നു. അതേസമയം സി ദിവാകരൻ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയതോടെ ഒരു കമ്മ്യൂണിസ്റ്റ് മുൻ മന്ത്രിക്കെങ്കിലും ഇത് പറയാൻ ധൈര്യമുണ്ടായല്ലോ എന്നും എങ്ങനെ പറയാതിരിക്കും, മറ്റുള്ളവർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇതിനിടയിൽ വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം ശക്തമാക്കുകയാണ് ആശാ വർക്കർമാർ. 7000 രൂപയാണ് നിലവിൽ ആശാ വർക്കർമാരുടെ വേതനം. ഇൻസെന്റീവ് കൂടി ചേരുമ്പോൾ 13,500 വരെ ലഭിക്കുന്നു. ഇത് 21,000 രൂപയാക്കി ഉയർത്തുക, പെൻഷൻ അനുവദിക്കുക, കുടിശ്ശിക വേതനം നൽകുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം എന്നീ ആവശ്യങ്ങളാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. സമരം ശക്തമായ സാഹചര്യത്തിൽ 2 മാസത്തെ വേതന കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ധനവകുപ്പ് 52.85 കോടി അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുടിശ്ശിക അനുവദിച്ചത് കൊണ്ട് മാത്രമായില്ല, മറ്റ് ആവശ്യങ്ങൾ കൂടി അനുവദിക്കാതെ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ഹെൽത്ത് വർക്ക് അസോസിയേഷൻ. ഓരോ വാർഡിലും സർക്കാർ നിയമിക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർമാർ. കുടുംബ സർവേ, വാർഡിലെ മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക, ഗർഭിണികളുടെ കണക്കെടുപ്പ്, അവർക്ക് ആവശ്യമായ സേവനങ്ങൾ എത്തിക്കൽ, കുഞ്ഞുങ്ങളുടെ കുത്തിവയ്പ് ഉറപ്പാക്കൽ, ജീവിതശൈലി രോഗത്തിന്റെ കണക്കെടുപ്പ്, ജീവിതശൈലി രോഗമുള്ളവരുടെ വീട്ടിൽ മരുന്നെത്തിക്കൽ, പകർച്ചവ്യാധി നിയന്ത്രണത്തിന് നടപടികൾ സ്വീകരിക്കൽ, വയോധികർ, കിടപ്പ് രോഗികൾ, പാലിയേറ്റീവുകളുടെ പരിചരണം, പഞ്ചായത്തുകളുടെ ആരോഗ്യ സർവേ, ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കൽ, ആരോഗ്യ വകുപ്പിന് ആവശ്യമായ മറ്റ് വിവരശേഖരണം, വീടാന്തരം കയറിയിറങ്ങി ആരോഗ്യ മേഖലകളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഇവയൊക്കെയാണ് അവരുടെ ജോലികൾ. 30,000-ലേറെ ആശാ വർക്കർമാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. വളരെ വിലപ്പെട്ടതാണ് ഇവരുടെ സേവനങ്ങൾ എന്ന് തന്നെ പറയാം. ആശാ വർക്കർമാർ ശേഖരിക്കുന്ന ഡേറ്റകളിലൂടെയാണ് പല രോഗങ്ങളുടെയും വ്യാപനത്തെക്കുറിച്ച് ആരോഗ്യ വകുപ്പിന് വിവരം ലഭിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലുള്ളവർ ആദ്യമായി ബന്ധപ്പെട്ടിരുന്നത് ആശാ വർക്കർമാരെയായിരുന്നു. അവർക്ക് ആവശ്യമായ മരുന്നുകളും സാമൂഹിക അടുക്കളയിൽ നിന്ന് ഭക്ഷണവും എത്തിച്ചു കൊടുത്തിരുന്നതും ഇവരായിരുന്നു. എന്തായാലും അവസരം മുതലെടുത്ത് സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കെ സമരം ഇനിയും നീളാനിടയാക്കുന്നത് ഭരണപക്ഷത്തിന് രാഷ്ട്രീയപരമായി ദോഷം ചെയ്യുമെന്ന അഭിപ്രായം ഭരണകക്ഷികളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ വിശേഷിച്ചും സാമ്പത്തിക ഞെരുക്കമാണ് വേതനം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമായി സർക്കാർ പറയുന്നത്. അതേസമയം PSC ചെയർമാന്റെയും അംഗങ്ങളുടെ ശമ്പളവും ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും മുൻകാല പ്രാബല്യത്തോടെ കുത്തനെ ഉയർത്തിയതും കേരളത്തിന്റെ ഡൽഹി പ്രതിനിധി KV തോമസിന്റെ പ്രതിവർഷ യാത്രാഭത്ത 5 ലക്ഷത്തിൽ നിന്ന് 11.31 ലക്ഷമായി ഒറ്റയടിക്ക് ഉയർത്തിയതും ആശാ വർക്കർമാരുടെ സമരത്തിനിടയിലായിരുന്നു. സർവീസ് മേഖലയിലെ വരേണ്യ വർഗത്തിന്റെ വേതനവും ആനുകൂല്യങ്ങളും വൻതോതിൽ ഉയർത്താൻ സാമ്പത്തിക പ്രതിസന്ധി പ്രതിബദ്ധമല്ലെന്നിരിക്കെ ചുരുങ്ങിയ വേതനം വാങ്ങുന്ന ആശാ വർക്കർമാരുടെ കാര്യത്തിൽ സാമ്പത്തിക ഞെരുക്കം പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകുമെന്നാണ് സമരക്കാരുടെ ചോദ്യം.